നമസ്തേ, ഞാൻ ഡോക്ടർ കീർത്തി വിദ്യാസാഗർ. ഞാനും എൻ്റെ ബന്ധുവായ MS രാമചന്ദ്ര പണിക്കരും ചേർന്നെഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് സംസ്കൃതിയുടെ വേരുകൾ. ഈ ചരിത്ര ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗം കോട്ട മേലേടത്ത് തറവാട്ട് ചരിത്രവും, രണ്ടാം ഭാഗം കോട്ട ഗന്ധർവമുറ്റത്ത് ഭഗവതി ക്ഷേത്ര ചരിത്രവും, മൂന്നാം ഭാഗം കോട്ട ദേശത്തിൻ്റെ ചരിത്രവുമാണ്. പ്രാദേശിക ചരിത്ര രചന എന്ന നിലയിലാണ് ഈ ഗ്രന്ഥം. പൂർവ്വകാലം മുതൽ അനേകം തലമുറകളിലൂടെ ജീവിച്ചു വരുന്ന മായാത്ത സംസ്കൃതിയാണിതിൽ പ്രതിപാദ്യം. ഒരു സാഹിത്യ സൃഷ്ടിയായോ നിരൂപണ ഗ്രന്ഥമായോ ഇതിനെ കാണേണ്ടതില്ല. ശ്രേഷ്ഠമായ ആചാരാനുഷ്ഠാനങ്ങളും നേരായ അഥവാ സമ്യക് ഭക്തിവിശ്വാസത്തിലുള്ള ജീവിതശൈലിയുമാണ് ഇതിലെ ഉള്ളടക്കം. അറിയാനും അറിയിക്കാനുമുള്ളതാണ് ഈ ഗ്രന്ഥമെന്ന് ഗുരുഭാഷിതത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ കരുതി ഇത് രണ്ടുപേരും കൂടി എത്ര നാൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? ശരിക്കും 6 വർഷമാണ്, പക്ഷേ കഴിഞ്ഞ 6 മാസമാണ് ഇത് ഏറ്റവും കൂടുതൽ എഴുതിയത്. അയാൾ നമസ്തേ, ഞാൻ ഡോക്ടർ അഞ്ജന അയ്യപ്പൻ. ഇത് എൻ്റെ കൂടെ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്ന കീർത്തി എസ് സാഗർ. ഈ പുസ്തക പ്രകാശത്തിന് എല്ലാവിധ ഭാവങ്ങളും മതിയല്ലോ. പ്രകാശനവേളയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വായനാലോകത്ത് തനതായി മുന്നോട്ടിപ്പിച്ച സാഹിത്യ പബ്ലിക്കേഷൻസാണ് പുസ്തകം പ്രസാദനം ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ എവിടെയൊക്കെയാണെന്ന് ധന്യമായ സദസ്സിലേക്ക് ആശംസകൾ അർപ്പിക്കുന്ന ഡോക്ടർ അഞ്ജന സ്വാഗതം. ഇപ്പോൾ അത് 1 2 ദിവസത്തെയോ മാസങ്ങളുടെയോ ഇങ്ങനെ ഇത് നമ്മളെ മുന്നിലെത്തിക്കാൻ പണിപ്പെട്ടു എന്ന് എനിക്ക് എന്താണ് സംസ്കൃതി, നിയോലിത്തിക് മെറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം. ഞാൻ ഏറ്റവും മൂന്നാമത്തെ ഭാഗത്ത് അവിടുത്തെ ചരിത്ര ആധികാരികമായി പറയാൻ പുസ്തകത്തെ നിലവിൽ പറയാൻ പ്രാപ്തനായ ഒരു വ്യക്തി, അത് എഴുത്തുകാരൻ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഒരു വായിച്ച പുസ്തകം വിടാനുള്ളതല്ല. ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് പാസ്റ്റ് ഈവൻസ് എന്ന് പറയും. കഴിഞ്ഞ കാല ചരിത്രങ്ങളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഒരു റെക്കോർഡാണ്. അത് ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഇതുപോലെ പറഞ്ഞു. HISTORY ഇത്രയും അക്ഷരങ്ങളാണ് ഹിസ്റ്ററി. ആ H ഹോളിനെസ് ആണ്, സത്യസന്ധമായിരിക്കണം. I ഐഡന്റിറ്റിയാണ്, വ്യക്തത ഉണ്ടായിരിക്കണം. S സ്റ്റോറിയാണ്, ഒരു കഥ പോലെ പറയണം. T ട്രൂത്ത്, ഈ എളിയ കാര്യങ്ങളിൽ സത്യസന്ധമായിരിക്കണം. അത് വാരി വലിച്ചെഴുതരുത്. ഓർഡർ. അത് ചേർന്നേക്ക്
സെൻറ്ററിലോട്ട്. അത് മടക്കി വെച്ചാൽ വീട്ടിക്കൊണ്ട് വല്ല പൊതിയാണ്. ആദരണീയനായ അധ്യക്ഷ അതേപോലെ മറുമൊഴി ഡോക്ടർ കീർത്തി വിദ്യാസാഗർ. മലയാള സാഹിത്യ ചരിത്രത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അനേകം ശാഖകൾ നമുക്കതിൽ കാണാനായി സാധിക്കും. പക്ഷേ കുടുംബചരിത്രം എന്ന ഒരു ശാഖ നാളിതുവരെയായിട്ടും ശ്രദ്ധേയമായ രീതിയിൽ മലയാള സാഹിത്യത്തിൽ വളർന്നിട്ടില്ല. കാരണം ഈ പ്രപഞ്ചം ഒരു കുടുംബം ഒരൊറ്റ അത് തന്നെ ഭഗവാൻ വേദവ്യാസനും എഴുതി. അപ്പോൾ അത് ഈ ആയിരം ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഈ കഴിഞ്ഞ ആയിരത്താണ്ട് ആ ലോകത്തിന്റെ മുഴുവൻ മഹിമയും വഹിക്കുന്ന പ്രകാരത്തിൽ നിലനിൽക്കും ആ കുടുംബങ്ങൾ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ ബാല്യത്തെ ഇപ്പം അനീഷുണ്ട്. അനീഷ് കോട്ടക്കാരനാണ്, MS-ൻ്റെ മറ്റൊരു എന്താ പറയുന്നത് അടുത്ത ആളാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ ബാല്യത്തെ ആദർശാധിഷ്ഠിതമാക്കി മാറ്റിയ ഒരു വലിയ തലമുറയുടെ പ്രതിനിധിയാണ് MS. ഇപ്പം MS എഴുതിയ പുസ്തകത്തിൻ്റെ പേര് സംസ്കൃതിയുടെ വേരുകൾ എന്നാണ്. ഒരുപക്ഷെ MS-നെ പോലെ ഒരാൾ ഒരു പുസ്തകം രചിക്കുമ്പോൾ അതിന് മറ്റൊരു പേരിടാൻ സാധിക്കില്ല എന്ന് MS-നെ അടുത്തറിയുന്ന ഏതൊരാൾക്കും അറിയാം. RSS എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ പുറത്ത് ലോകത്തൊക്കെ ഏറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള ഇന്നും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി മനസ്സിലാകാത്ത രീതിയിൽ ക്ഷീണിതനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഗാന്ധിജിയെ വിളിക്കണം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ ചരിത്രം വരും തലമുറ അറിയണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ എഴുത്തുകാരനല്ല, എഴുത്ത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഹിസ്റ്ററി പണ്ടൊരു പെൺകുട്ടി വാക്കിന്റെ പൊരുള് പലപ്പോഴും നമുക്കറിയാം ചേരളം എന്ന വാക്കിൽ നിന്ന് ഉണ്ടായി, അല്ലെങ്കിൽ തെങ്ങിൽ വളരെ വിശദമായിട്ട് ഭാരതത്തിന്റെ അഡ്വക്കേറ്റ് B. ഹരികുമാർ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആകർഷകരാക്കാനും ഒക്കെ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു രാമചന്ദ്രൻ ചേട്ടൻ. ഇന്നിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ അനന്തപുരിയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് നാട്ടുകാരെന്ന നിലയിൽ ഒരു ആശംസ അറിയിക്കണമെന്ന് പ്രിയപ്പെട്ട കീർത്തി ഇവിടെ പറഞ്ഞു. രാമചന്ദ്രൻ ചേട്ടനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ തന്നെ അതിൻ്റെ നേതൃത്വം കൊടുക്കുമ്പോഴും അതിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പുരാണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു പറയുന്നത്. അതിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് എൻ്റെ സുഹൃത്തുമായ ഡോക്ടർ കീർത്തി വിദ്യാസാഗർ ചേർന്ന് രചിച്ച സംസ്കൃതിയുടെ വേരുകൾ. സംസ്കാരം നിർമ്മിക്കുന്നത് ആയുധബലത്താലോ അടിച്ചമർത്തലോ പണാധികാരത്തിലോ അല്ല, ചില ചിട്ടയായ ജീവിത ക്രമങ്ങളിൽ കൂടിയാണ് എന്ന് ഈ കൃതി സാക്ഷ്യം വയ്ക്കും. വൈജ്ഞാനിക മേഖലയിൽ ഇതുപോലെയുള്ള അനവധി സംഭാവനകൾ നൽകാൻ കീർത്തിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേടി. MS രാമചന്ദ്രൻ മാഷും ഡോക്ടർ കീർത്തി വിദ്യാസാഗറും കൂടി പ്രയത്നിച്ച ഒരു പുസ്തകം. അത് ഞാൻ പുസ്തകമായിട്ട് വായിച്ചിട്ടില്ല. അതിൻ്റെ PDF എൻ്റെ സുഹൃത്താണ് റാം, ഇതിൻ്റെ എഡിറ്ററായ റാം എൻ്റെ സുഹൃത്താണ്. എനിക്ക് PDF അയച്ചു തന്നു. അങ്ങനെ അത് വായിച്ചു. പുസ്തകം കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു പുസ്തകമാണത്. നമുക്ക് വായിക്കാൻ തോന്നുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത്തരം ഒരു പുസ്തകത്തെ വളരെ ലാഘവബുദ്ധിയോടെ സമീപിക്കുക എന്ന് പറയുന്ന ആ പുസ്തകത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. രാമചന്ദ്രൻ മാഷ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ദുബൈയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന മഹാവൈദ്യൻ ഉൾച്ചേർന്നിരിക്കുന്നു. അതിൽ കോട്ട മേലേടത്ത് ചെലവാക്കിലെ മഹാവൈദ്യൻ എന്ന ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കണ്ടുപിടിക്കുക. രംഗത്തുള്ള അറിവുകൾ മാത്രമല്ല, ഭാഷയിലുള്ള എത്രയോ അറിവുകൾ
അവിടെയുണ്ട്. പക്ഷേ ഇതൊരു നിയോഗമായിട്ട് ഇത് എന്നിലൊരു നിയോഗം പോലെ എത്തിച്ചേരുകയായിരുന്നു സാഹചര്യവശാൽ. എൻ്റെ ഒരുപാട് പുസ്തകങ്ങളുടെ പ്രകാശനം ഈ വേദിയിൽ പ്രസ് ക്ലബിൽ നടത്തുന്നതിന് ഇത് അവസരമില്ല. അപ്പോൾ ഈ സന്തോഷമില്ല എന്നല്ല, ആ ആഹ്ലാദത്തിൻ്റെ പാരമ്യത്തിൽ എത്താനായിട്ടൊന്നും കഴിയുന്നില്ല. ഒന്ന്, ഇവിടുത്തെ എത്തിച്ചേരേണ്ടതായ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അസാന്നിധ്യം. അതുകാരണമല്ല ഇതിൻ്റെ പ്രധാന ജനകാരനായിട്ടുള്ള ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തന്നെയാണ് ഒന്ന്. അതേപോലെ തന്നെ അതൊരു വലിയ ശൂന്യത തന്നെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ പുസ്തകത്തിലതെല്ലാം ഉണ്ട്. അദ്ദേഹം അറിവിൻ്റെ ഒരു നിറകുടമാണ്. അത് മുഴുവൻ അദ്ദേഹത്തിന് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ അറിവ് മൊത്തം അതിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞുവോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം എന്നോട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ. പക്ഷേ അതൊക്കെ എഴുതാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് അതിൽ എഴുതി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ, ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ സാധിക്കത്തുള്ളൂ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമാണ്. അതുകൊണ്ടാണ്. പിന്നെയുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ പുസ്തകങ്ങൾ ഇത് എൻ്റെ 11 ഞാൻ ഉൾപ്പെട്ട പുസ്തകത്തിന് 11ാമത്തെ പുസ്തകമാണ്. എല്ലാത്തിലും എൻ്റെ അമ്മ ഇവിടെ വരാറുണ്ടായിരുന്നു. എല്ലാ പുസ്തക പ്രകാശന ചടങ്ങിലും ഉണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ അമ്മ, ഇത്തവണയല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല. എൻ്റെ അച്ഛൻ ആരോഗ്യ കാരണങ്ങളാലും വരാൻ സാധിച്ചില്ല. ഇന്ത്യയിൽ ആരും വരാനും സാധിച്ചില്ല. പക്ഷേ ഈ ശൂന്യതയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഇവിടുത്തെ ഈ ചടങ്ങിലെ വിശിഷ്ട സാന്നിധ്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് പകരം ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനും കുടുംബവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തി, മകൻ്റെ പത്നി, മക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഈ ചടങ്ങിനെ അലങ്കരിക്കുന്ന ഒന്നാണ്. അതേപോലെ ഞാനും ബാലുവും വിളിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അമ്മയുടെ കൂട്ടുകാരി, അത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പോലെ തന്നെ. അപ്പോൾ ഓരോരുത്തരും സുഹൃത്തുക്കളും എല്ലാവരും, പിന്നെ അതെല്ലാം പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാം ഈ ശൂന്യതയെല്ലാം പരിഹരിച്ച് സനാഥമാക്കി ഈ ചടങ്ങ്. അതേപോലെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, MS രാമചന്ദ്ര പണിക്കരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ പുസ്തകം എന്ന് പറയുന്നത്. ബാലു സൂചിപ്പിച്ചിട്ട് പലരും ഇവിടെ സൂചിപ്പിക്കും ഒരു ജീവിതമാണ്. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇത് അവസരമില്ല. അപ്പോൾ ഈ സന്തോഷമില്ല എന്നല്ല, ആ ആഹ്ലാദത്തിൻ്റെ പാരമ്യത്തിൽ എത്താനായിട്ടൊന്നും കഴിയുന്നില്ല. ഒന്ന്, ഇവിടുത്തെ എത്തിച്ചേരേണ്ടതായ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അസാന്നിധ്യം. അതുകാരണമല്ല ഇതിൻ്റെ പ്രധാന ജനകാരനായിട്ടുള്ള ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തന്നെയാണ് ഒന്ന്. അതേപോലെ തന്നെ അതൊരു വലിയ ശൂന്യത തന്നെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ പുസ്തകത്തിലതെല്ലാം ഉണ്ട്. അദ്ദേഹം അറിവിൻ്റെ ഒരു നിറകുടമാണ്. അത് മുഴുവൻ അദ്ദേഹത്തിന് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ അറിവ് മൊത്തം അതിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞുവോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം എന്നോട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ. പക്ഷേ അതൊക്കെ എഴുതാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് അതിൽ എഴുതി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ, ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ സാധിക്കത്തുള്ളൂ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമാണ്. അതുകൊണ്ടാണ്. പിന്നെയുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ പുസ്തകങ്ങൾ ഇത് എൻ്റെ 11 ഞാൻ ഉൾപ്പെട്ട പുസ്തകത്തിന് 11ാമത്തെ പുസ്തകമാണ്. എല്ലാത്തിലും എൻ്റെ അമ്മ ഇവിടെ വരാറുണ്ടായിരുന്നു. എല്ലാ പുസ്തക പ്രകാശന ചടങ്ങിലും ഉണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ അമ്മ, ഇത്തവണയല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല. എൻ്റെ അച്ഛൻ ആരോഗ്യ കാരണങ്ങളാലും വരാൻ സാധിച്ചില്ല. ഇന്ത്യയിൽ ആരും വരാനും സാധിച്ചില്ല. പക്ഷേ ഈ ശൂന്യതയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഇവിടുത്തെ ഈ ചടങ്ങിലെ വിശിഷ്ട സാന്നിധ്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് പകരം ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനും കുടുംബവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തി, മകൻ്റെ പത്നി, മക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഈ ചടങ്ങിനെ അലങ്കരിക്കുന്ന ഒന്നാണ്. അതേപോലെ ഞാനും ബാലുവും വിളിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അമ്മയുടെ കൂട്ടുകാരി, അത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പോലെ തന്നെ. അപ്പോൾ ഓരോരുത്തരും സുഹൃത്തുക്കളും എല്ലാവരും, പിന്നെ അതെല്ലാം പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാം ഈ ശൂന്യതയെല്ലാം പരിഹരിച്ച് സനാഥമാക്കി ഈ ചടങ്ങ്. അതേപോലെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, MS രാമചന്ദ്ര പണിക്കരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ പുസ്തകം എന്ന് പറയുന്നത്. ബാലു സൂചിപ്പിച്ചിട്ട് പലരും ഇവിടെ സൂചിപ്പിക്കും ഒരു ജീവിതമാണ്. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണ നിമിഷമാണിത്. അത് സഫലീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം
ആദ്യം ഈ പുസ്തകങ്ങൾ കഥകൾ അതിൻ്റെ ഒരു ഹ്രസ്വചിത്രം, ഒരു പരിച്ഛേദം ഇതിനകത്ത് നമുക്ക് അതിർത്തിയായ വലിയ അപ്പൊ ഈ ദേവീക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ളതാണ് ഈ മഹാദേവ ക്ഷേത്രം. ഇതിനകത്ത് 3-4 ക്ഷേത്രത്തിന്റെ കുളക്കഴ ദേവീക്ഷേത്രമുണ്ട്, കോട്ട ദേവീക്ഷേത്രമുണ്ട്, കോട്ട മഹാദേവ ക്ഷേത്രമുണ്ട്, മണ്ണടി ക്ഷേത്രത്തിന്റെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോവിലന്മാരുടെ അക്രമത്തിൽ കത്തിയിരിഞ്ഞു പോയി എന്നൊക്കെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സാളഗ്രാമം അവിടുന്ന് ഖനനം ചെയ്തിരിക്കുന്നുണ്ട്. അത് കോട്ട ദേവീക്ഷേത്രത്തിൽ സൂക്ഷിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ മാനസികാവസ്ഥയും മാനസിക തളർച്ചയും മാനസിക സന്തോഷവും അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് അദ്ദേഹത്തിന് തീരെ സുഖമില്ലാത്തതുകൊണ്ട് 6 മാസം എങ്കിൽ മാത്രം രക്ഷിക്കാനാവില്ല. ഈ സമയത്ത് ഇത് ഒന്നാമത് എനിക്ക് നന്ദി പറയാനുള്ളത് ഈശ്വരനോട്, അതായത് ഭഗവതിയോടാണ്. പിന്നെ കോട്ട ഭഗവതിയോടും കോട്ട മഹാദേവനോടും ഒക്കെ തന്നെയാണ്. അതുപോലെ ആ മേളത്തെ കുടുംബ ദൈവങ്ങളോടും ഒക്കെ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്. എനിക്ക് പൂർത്തീകരിച്ചിട്ടില്ല. കാരണം കാലം തന്നെയാണ് ഇതിലൊരു രക്ഷയെ വെച്ചത്. കാലം ഒരു രക്ഷയെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദേശ സംസ്കൃതിയുടെ വികാരങ്ങളാണ് ശ്രീ എം.എസ്. രാമചന്ദ്രൻ സാറും ശ്രീമതി വിദ്യാസാഗറും ചേർന്നിട്ടുള്ള സാംസ്കൃതിക എന്നുള്ളതാണ് എൻ്റെ കടമ. ടീച്ചർ സംസാരിച്ചു. ചരിത്ര നിർവചനത്തിലൂടെ സംസ്കൃതിയുടെ നാൽപ്പതികളിലേക്ക് ഒരു സൂക്ഷ്മമായ എത്തിനോട്ടം തന്നെയായിരുന്നു ടീച്ചറിൻ്റെ വാക്കുകൾ. ടീച്ചറോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ദീപശിഖയാണ് നടന്നത്. വിളക്ക് തെളിയിക്കൽ ചടങ്ങാണ് നടന്നത്. പുസ്തക പ്രകാശന കർമ്മം എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനുമായ ബൽറാം. Ha